പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി വനമേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. 4 തവണ ഭീകരർക്ക് സമീപം സേന എത്തിയെന്നാണ് റിപ്പോർട്ട്. കുൽഗാമിൽ ഏറ്റുമുട്ടലുണ്ടായി എന്നും വിവരമുണ്ട്. പഹൽഗാമിൽ നിന്ന് വിവരങ്ങളുമായി ആദിൽ പാലോട് ചേരുന്നു. ആദിൽ, ഗുഡ് ഈവനിങ് ആദിൽ. പഹൽഗാമിൽ ഇന്നത്തെ സൈനിക നീക്കങ്ങൾ എങ്ങനെയാണ്? ഭീകരർക്ക് തൊട്ടടുത്ത് വരെ സൈന്യം എത്തി എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഭീകരർക്കായുള്ള തെരച്ചിൽ വനമേഖലയിൽ തുടരുകയാണോ? ഏതു മേഖല കേന്ദ്രീകരിച്ചാണ് അന്വേഷണം? അരുൺകുമാർ, കശ്മീരിൽ നിന്ന് ഒരു നല്ല വാർത്ത കാത്തിരിക്കുകയാണ് രാജ്യം. ഇന്ന് രാവിലെ വന്ന വാർത്തയനുസരിച്ചാണെങ്കിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരർക്ക് പിന്നാലെയുണ്ട് സൈന്യം. സുരക്ഷാ സേന പലതവണ 5 ദിവസത്തിനിടെ 4 തവണ ഭീകരരുടെ പിന്നിലെത്തി എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം അനന്ത്നാഗിൽ ഭീകരരുടെ അടുത്ത് എത്താൻ സൈന്യത്തിന് കഴിഞ്ഞു. പക്ഷേ വർഷങ്ങളോളം പരിശീലനം നേടിയ ഭീകരരാണ് എന്നത് പ്രത്യേകം ഓർക്കണം. അതിന് പിന്നാലെ കുൽഗാം, അങ്ങനെ 2 ഇടങ്ങളിൽ പ്രത്യേകിച്ച് ഒരു കുൽഗാമിലെ ഏറ്റുമുട്ടലിലേക്ക് തന്നെ പോകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ആകെ 4 ഇടങ്ങളിൽ ഭീകരരുടെ അടുത്ത് സൈന്യം എത്തി എന്നുള്ളതാണ്. നിലവിൽ ഭീകരരുമായുള്ള അടുത്തുള്ള സ്ഥലത്ത് തന്നെ ഉണ്ട് സൈന്യം എന്ന വിവരമാണ് രാവിലെ മുതൽ പുറത്തു വരുന്നത്. ഇനിയും കൃത്യമായ വിവരം ഇനിയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് രാജ്യം. ഏതായാലും ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഭീകരരുടെ കൈവശം ഭക്ഷണം തീർന്നിട്ടുണ്ട്. വനമേഖലയിലെ ഒരു കശ്മീരി ഗ്രാമത്തിലെത്തി ഭക്ഷണം മോഷ്ടിച്ചു, ഭക്ഷണം ആവശ്യപ്പെട്ടു എന്നതടക്കമുള്ള ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. പ്രദേശത്തെ ഗ്രാമമേഖലകളിലെ വീടുകളിൽ സൈന്യത്തിൻ്റെ പരിശോധനയും തിരച്ചിലും നടക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വാചകത്തിലുള്ള പ്രകോപനത്തിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് പൂഞ്ചിലടക്കം കുപ്വാരയിലടക്കം വെടിയുതിർക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്ത്യൻ സൈന്യം കനത്ത തിരിച്ചടി തന്നെ നൽകിയിട്ടുണ്ട്. ആ വിധത്തിൽ പഹൽഗാമിലെ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഇന്ത്യ ശക്തമാക്കുകയാണ്. പല സാഹചര്യങ്ങളിലും ഭീകരരുടെ തൊട്ടടുത്ത് വരെ എത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ വനമേഖലയിലേക്ക് അവർ കടന്നു കളഞ്ഞു. അതിർത്തി ഗ്രാമപ്രദേശങ്ങളിൽ അവർ ഭക്ഷണത്തിനെത്തി എന്ന വിവരവും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കുന്നു.